Students, we are going to the next video. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് എന്ന് തന്നെ പറയുന്നത് കണ്ടിന്യൂവിറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കായിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ആദ്യം എടുത്തത്. കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് ചെറിയൊരു ടോപ്പിക്കും കൂടിയുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്ക് എഴുതാൻ എല്ലാവരും കണ്ടിന്യൂവിറ്റി. എന്താണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റുവാണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ. പക്ഷേ മാത്തമാറ്റിക്കലി നമുക്കത് എപ്പോഴും ഗ്രാഫ് വരച്ചൊന്നും പ്രൂവ് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊരു ഡെഫിനിഷൻ നോക്കുക. സപ്പോസ് എഫ് ഈസ് എ റിയൽ ഫംഗ്ഷൻസ് ഓൺ എ സബ്സെറ്റ്സ് ഓഫ് ദ റിയൽ നമ്പേഴ്സ് ആൻഡ് ലെറ്റ് സി ബി എ പോയിന്റ് ഇൻ ദ ഡൊമൈൻ ഓഫ് എഫ്, then f is continuous at c if limit x tends to c f of x is equal to f of c. ഈ ഒരു ഡെഫിനിഷനാണ് നമ്മൾ പഠിക്കേണ്ടത്. എന്താണ്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ എഴുതി വെക്കുക എല്ലാവരും. എന്നിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ എന്ന് നോക്കാം നമുക്ക്. ഓൾജിബ്ര ഓഫ് നെക്സ്റ്റ് സബ് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. അതിൽ തിയറം 1 ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. സപ്പോസ് എഫ് ആൻഡ് ജി ബി ടു റിയൽ ഫങ്ഷൻസ് കണ്ടിന്യൂസ് അറ്റ് എ റിയൽ നമ്പർ സി, അതായത് എഫ് എം ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഫങ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ എഫ് പ്ലസ് ജി ഈസ് കണ്ടിന്യൂസ്. രണ്ടിൻ്റെയും സം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് മൈനസ് ജി ഈസ് കണ്ടിന്യൂസ്. എഫ് മൈനസ് ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ഇൻറ്റു ജി എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. എഫ് ബൈ ജി ഈസ് ഓൾസോ കണ്ടിന്യൂസ്. ക്ലിയർ ആയില്ല? അപ്പോൾ രണ്ട് ഫങ്ഷൻസ് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ സമ്മ്, പ്രോഡക്റ്റ്, ഡിവിഷൻ ആൻഡ് സബ്ട്രാക്ഷൻസ് കണ്ടിന്യൂസ് ആയിരിക്കും എന്നർത്ഥം. ഓക്കെ, നെക്സ്റ്റ് തിയറം 2. സപ്പോസ് എഫ് ആൻഡ് ജി ആർ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് such that f composition g, f composition g എന്ന് പറഞ്ഞാൽ രണ്ട് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏത് ചാപ്റ്ററിലാണ് പഠിച്ചിരിക്കുന്നത്? ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ? എഫ് കോമ്പോസിഷൻ ജി ഈസ് ഡിഫൈൻഡ് അറ്റ് സി if g is continuous at c, if f is continuous at g, then f composition g is continuous at c. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എഫും ജിയും കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോമ്പോസിഷനും കണ്ടിന്യൂസ് ആയിരിക്കും എന്നർത്ഥം. ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഇതൊന്ന് നമുക്ക് നോക്കാം. ഷോ ദാറ്റ് ദ ഫങ്ഷൻ defined by f of x is equal to sin x square is continuous functions. Show that the function defined by f of x is equal to sin x square is continuous function. ഈ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ഇതറിയാം രണ്ട് ഫങ്ഷൻസിൻ്റെ കോമ്പോസിഷനാണിത്. ഏതൊക്കെ രണ്ട് ഫങ്ഷൻസ് ആണ്? ട്രിഗണോമെട്രിക് ആയിട്ടുള്ള സൈൻ ഫംഗ്ഷനും എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈസ് എ പോളിനോമിയൽ. അപ്പോൾ സൈൻ ഫംഗ്ഷനും പോളിനോമിയൽ ഫങ്ഷൻസിൻ്റെയും കോമ്പോസിഷൻ ആയതുകൊണ്ട് തന്നെ എന്താണ് അതിൻ്റെ രണ്ടിൻ്റെയും കോമ്പോസിഷൻ എന്ന് പറയുന്നതും കണ്ടിന്യൂസ് ആണ്. സൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണല്ലോ, നമുക്ക് അറിഞ്ഞൂടെ? എങ്ങനെയാണ് നമുക്ക് അറിയുന്നത്? ഒരു സൈൻ ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് വരച്ചു പോകും. അതേപോലെ തന്നെ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു എന്ന് പറയുന്ന ഷേപ്പിലായിരിക്കും വരിക. അല്ലാന്നുണ്ടെങ്കിൽ എവ്രി പോളിനോമിയൽ ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സൈൻ ഫംഗ്ഷൻസ് വി നോ ദാറ്റ്. അതിൻ്റെ ആൻസർ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ഇതാക്കി എഴുതണം എന്നില്ല. വി നോ ദാറ്റ് സൈൻ ഫംഗ്ഷൻസ് ഈസ് കണ്ടിന്യൂസ് ആൻഡ് എക്സ് സ്ക്വയർ ഈസ് ഓൾസോ കണ്ടിന്യൂസ് and composition of these two functions is also continuous. കാരണം എന്താണ്? ബൈ തിയറം 2 എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് കോമ്പോസിഷൻ ജി കണ്ടിന്യൂസ് ആണ് എന്ന് അറിയാമെന്നുള്ളത് കൊണ്ട്. ഓക്കെ, നോട്ടായിട്ടൊന്ന് കുറച്ച് ഏതൊക്കെ ഫങ്ഷൻസ് ആണ് കണ്ടിന്യൂസ് ഫങ്ഷൻ എന്നുള്ളതൊന്ന് എഴുതി വെക്കുക കേട്ടോ. താഴെ നോട്ട് എന്ന് പറഞ്ഞ് എഴുതാം. എവ്രി പോളിനോമിയൽ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഒന്നാമത്തെ കേട്ടോ, ഏതൊക്കെ ഫങ്ഷൻസ് ആണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫങ്ഷൻസ് എന്നുള്ളതാണ്. എവ്രി പോളിനോമിയൽ ഫങ്ഷൻസ് ഈസ് കണ്ടിന്യൂസ്. രണ്ടാമത്തെ എവ്രി റാഷണൽ ഫങ്ഷൻസ് ഈസ് കണ്ടിന്യൂസ്. എല്ലാ റാഷണൽ ഫങ്ഷൻസും കണ്ടിന്യൂസ് ആയിരിക്കും.
അപ്പോൾ നമ്മൾ രണ്ട് ഇതാണ് പറഞ്ഞത്, ഏതാണ് പോളിനോമിയൽ ഫങ്ഷൻസും റാഷണൽ ഫങ്ഷൻസും ഒക്കെ കണ്ടിന്യൂസ് ആണ്. ഇനി സൈൻ ഫങ്ഷൻ, കൊസൈൻ ഫങ്ഷൻ, സൈനിൻ്റെ ഗ്രാഫ്, കോസിൻ്റെ ഗ്രാഫ്, ഇതൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൽ ഏതിൻ്റെയൊക്കെയാണ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് എന്നുള്ളതൊന്ന് ഗ്രാഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാകാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എഴുതി വെക്കേണ്ട കാര്യങ്ങൾ. ഇനി കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുള്ളത് എങ്ങനെയാണ് എന്നുള്ളത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. ഫൈൻഡ് ഓൾ ദ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂവിറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ 1, 0 ഇഫ് എക്സ് ഈക്വൽ ടു 1, എക്സ് മൈനസ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇങ്ങനത്തെ സ്പ്ലിറ്റിംഗ് ആയിട്ട് തരുന്ന ഫങ്ഷൻസ്, സ്പ്ലിറ്റിംഗ് ഫങ്ഷൻസ്, ഈ ഫങ്ഷൻസ്, ഇത്തരം ഫങ്ഷൻസ് ആയിരിക്കും നമുക്ക് എന്ത് തരിക, ഇതേപോലത്തെ ഫൈൻഡ് ദ പോയിന്റ്സ് ഓഫ് കണ്ടിന്യൂവിറ്റിയോ ഡിസ്കണ്ടിന്യൂവിറ്റിയോ ആയിട്ട് നമുക്ക് തരിക. ഇതെങ്ങനെയാണ് കാണേണ്ടതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂവിറ്റി എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ എക്സ് പ്ലസ് 2 ഇഫ് എക്സ് ലെസ് ദാൻ 1, 0 ഇഫ് എക്സ് ഈക്വൽ ടു 1, എക്സ് മൈനസ് 2 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഫോർമുല എന്താണെന്ന് പറഞ്ഞത് നമ്മൾ ലിമിറ്റ്, ഫോർമുല എഴുതുവാണ് ആദ്യം. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്നാണ് കാണിക്കേണ്ടത്, പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ സിയുടെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് എന്താണ് ഈ ബോർഡർ ലിമിറ്റ് തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് സി. അല്ലെങ്കിൽ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 എന്നോ 3 എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് എടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഈ ബോർഡർ ലിമിറ്റ് എന്താണ് തന്നിരിക്കുന്നത് അതിനെയാണ് നമ്മൾ സി ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ലിമിറ്റ് LHS നോക്കാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആണ് നമുക്ക് ആദ്യം കാണേണ്ടത് കേട്ടോ. അതായത് LHS ആണ് നമുക്ക് ആദ്യം കാണേണ്ടത്. LHS ആദ്യം കാണണമെങ്കിൽ, ലിമിറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക, ഇതേപോലത്തെ സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ ലിമിറ്റ് കാണണമെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം. ഏതൊക്കെ ലിമിറ്റ് കാണണം? ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ +1 പഠിച്ചിരുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു, സിയുടെ സ്ഥാനത്ത് 1 ആണ്, 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1നേക്കാൾ വലുത്. 1 പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1നേക്കാൾ വലുത്. 1നേക്കാൾ വലുത് ഇതിലേതാ ഫങ്ഷൻസ് നോക്കാം. ഏത് ഫംഗ്ഷനാണ്? എക്സ് മൈനസ് 2 ആണ്. അപ്പം അത് നമ്മൾ ഇവിടെ ഫംഗ്ഷൻസിൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്തെടുത്ത് എഴുതുവാണ്. എക്സ് മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇനി എക്സിന് പകരം ഏത് വാല്യൂ കൊടുക്കുക? ലിമിറ്റ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ എക്സിന് പകരം ആ വാല്യൂ കൊടുക്കുക. 1 മൈനസ് 2 ദാറ്റ് ഈസ് -1. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ്, ഓക്കെ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1 മൈനസ് എന്ന് പറഞ്ഞാൽ 1നേക്കാൾ ചെറുത്. 1നേക്കാൾ ചെറുത് ഇവിടെ എന്താ? എക്സ് പ്ലസ് 2. അപ്പോൾ ആ ഫംഗ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്, എക്സ് പ്ലസ് 2. ഇനി ആ എക്സിന് പകരം ഏത് വാല്യൂ കൊടുക്കുക? 1 കൊടുക്കുക. 1 പ്ലസ് 2 ദാറ്റ് ഈസ് 3. ഇത് രണ്ടും ഈക്വൽ ആണോ? ഈക്വൽ അല്ല. ഈക്വൽ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ്. ഹെൻസ് ഇത് അതുകൊണ്ട് അതെന്തല്ല? കണ്ടിന്യൂസ് അല്ല. ഹെൻസ് എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഏത് പോയിന്റിലാണ്? 1 എന്ന് പറയുന്ന പോയിന്റിൽ. ഓക്കെ, ഇനി അതല്ല, ഇത് നമുക്ക് ഈക്വൽ ആയി എന്ന് വിചാരിക്കുക. അപ്പോഴും LHS മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി RHS കാണണം, എഫ് ഓഫ് സി.
അതായത് സിയുടെ സ്ഥാനത്ത് ഇവിടെ 1 ആണ്. അപ്പോൾ f(1) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് f(1) എക്സിന് 1 കൊടുക്കുമ്പോഴുള്ള വാല്യൂ ദാറ്റ് ഈസ് 0. അങ്ങനെ എടുത്ത് ചെയ്യണം കേട്ടോ. അത് നമുക്ക് അടുത്ത പ്രോബ്ലം വരുമ്പോൾ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് മനസ്സിലായി എല്ലാവർക്കും? എങ്ങനെയാണെന്ന് സ്പ്ലിറ്റിംഗ് ഫംഗ്ഷൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം തന്നെ ഫോർമുല എഴുതുന്നു. അതിനുശേഷം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് നമ്മൾ കാണുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും കാണണം LHS കാണുമ്പോൾ. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-നേക്കാൾ വലുത് സി ഏതാണ് എടുക്കുന്നത് അതിനേക്കാൾ വലുത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ f(x)ന് പകരം അത് എടുത്ത് എഴുതാം. ഇനി ലിമിറ്റ് x ടെൻസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-നേക്കാൾ ചെറുത് എടുത്ത് എഴുതാം. രണ്ടും ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈക്വൽ അല്ല എന്നുള്ളത് കൊണ്ട് അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. ഓക്കെ, ഒരു ഹോംവർക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഫൈൻഡ് ഓൾ പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി, കണ്ടിന്യൂസ് അല്ലാത്തത്. ഈ 6th വൺ ഒന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ ഇവിടെ സിയുടെ സ്ഥാനത്ത് എന്താണ് 2 ആണ്. ഓക്കെ, ചെയ്യാൻ പറ്റണ്ടോ എന്ന് നോക്കുക എല്ലാവരും.